അമ്മ നമ്മളിന്ന് എന്താ ഉണ്ടാക്കാൻ പോണ്? മക്കലൂബ അല്ലേ? ഒരു അറേബ്യൻ ഡിഷാണ്, അതാണ് ഉണ്ടാക്കാൻ പോണേ അല്ലേ? ഓയിൽ ഒഴിച്ചു. അപ്പൊ അതിന് എന്തൊക്കെയാ നമ്മൾ ചെയ്യാൻ പോണേ? കുറച്ച് ഉരുളക്കിഴങ്ങ് റൗണ്ടിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എന്താ ചെയ്യാ? ഒന്ന് എണ്ണയിൽ വറുക്കണം, വറുത്തെടുക്കണം. ഇട്ടോളിയമ്മ. അമ്മ, അപ്പോൾ ഇത് അറബിക് ഡിഷ് ആണെങ്കിലും നമ്മളെല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിക്ക് ഉണ്ടാക്കണം അല്ലേ? അതായത് അറബിക് സ്റ്റൈലും ആണ്, എന്നാൽ നമ്മുടെ നാടൻ സ്റ്റൈലും കുറച്ചതിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ വീട്ടിലെല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിക്കാണ് അമ്മ ഉണ്ടാക്കണം അല്ലേ അമ്മ? ആ, ഒരു സിമ്പിൾ ആയിരുന്നെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവാനും ഉണ്ടാക്കാനും പറ്റുന്ന രീതിക്കാണ് അമ്മ ഉണ്ടാക്കാൻ പോണത്. ഉരുളക്കാൻ കയ്യിലമ്മ എന്താ ഇത്രയും വലിയ ഉള്ളിൽ കുറച്ച് എണ്ണ വെച്ചുണ്ടാക്കണമെന്ന് വിചാരിക്കണ്ട, എണ്ണ വെറുതെ വേസ്റ്റ് ആക്കേണ്ട വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ എണ്ണയിൽ തന്നെ നമുക്ക് ബാക്കി പരിപാടിയും കൂടി ചെയ്യാം. പഴുതിരിങ്ങ അതേപോലെ വറുത്തെടുക്കണം അല്ലേ അമ്മ? പഴുതിങ്ങായി. ഇതൊക്കെ നമുക്ക് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അധികം ഫ്രൈ ആവുമൊന്നും വേണ്ട, ഒന്ന് ആയാൽ മതി. അതുപോലെ കുറച്ച് ക്യാപ്സിക്കും റൗണ്ടായി കട്ട് ചെയ്തിട്ടുണ്ട്, അതും ഒന്ന് വെറുതെ നനയിലിട്ടെടുക്കണം. ക്യാപ്സിക്കുമായി എടുത്തോളിയമ്മ. കുറച്ച് തക്കാളിയും കൂടെ അതേപോലെ എടുക്കുന്നുണ്ട്. ചെറിയ സബോളയും കൂടി അതേ വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ കുറച്ച് സബോള വഴറ്റുന്നുണ്ട് അല്ലേ അമ്മ? കുറച്ച് ചെറുതാക്കി ആയിരുന്നു സബോള വഴറ്റുന്നു. ഇത് നമ്മൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട്, ഒരു 7 കിലോ ഇറച്ചിക്കാണ് കണക്കാക്കിയപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീട്ടിലാകുമ്പോൾ ഇത്രയും ആവശ്യമില്ല. ഏകദേശം ഒരു 1 കിലോ മേലെ സബോള ഉണ്ടല്ലേ അമ്മ? ഇതൊന്ന് വാടി വരട്ടെ. എല്ലാവരും കൂടി ഒന്ന് വീട്ടിൽ ചെറിയൊരു പരിപാടിയല്ലമ്മ, ഒന്നുമില്ല. വേറെ ഓർഡറൊന്നുമല്ല, ഞങ്ങൾ എല്ലാവരും കൂടി വീട്ടിൽ മക്കളും മരുമക്കളും പേരക്കുട്ടിയെ കൂടി ഒന്ന് എല്ലാവരും കൂടി ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുകയാണ്, വേറെ ഒന്നുമല്ല. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. സബോള ഒരുപാട് ആവണ്ടല്ലമ്മ, ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. കുറച്ച് തക്കാളി ക്യാപ്സിക്കം ഇട്ട് കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് അല്ലേ അമ്മ? ആ, ഞാൻ കൂടി ഒന്ന് വാടട്ടെ. മസാലയൊക്കെ ഒരുവിധം സെറ്റായി. അപ്പോൾ ചിക്കൻ ഇട്ട് കൊടുക്കണം. ഏകദേശം ഒരു 7 കിലോ കോഴിയുണ്ട്. അപ്പൊ ഇനി ഇതിലേക്കുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. മാഗി ക്യൂബ്, ഗരം മസാല, ഉപ്പ്. കുറച്ച് മാഗി ക്യൂബ് ഇട്ട് കൊടുത്തു. ഗരം മസാല, ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പും. വേറെ ചേരുവകളൊന്നും ഇല്ല, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇതെല്ലാം കൂടി കിടന്നൊന്ന് വേകട്ടെ അല്ലേ അമ്മ?
അതിന് അല്പം മല്ലിയില ഇട്ട് കൊടുക്കണം. മല്ലിയില അല്ലേ? ചിക്കനൊക്കെ വെന്ത് വരട്ടെ. അപ്പോൾ നമുക്ക് ചിക്കൻ ആവശ്യമുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വേഗട്ടെ അമ്മ. അമ്മ അപ്പൊ അരിയൊക്കെ വെള്ളത്തിട്ട് വെച്ചു അല്ലേ? 1 മണിക്കൂർ മുമ്പേ 2-3 പ്രാവശ്യം കഴുകി അതിന്റെ പശയൊക്കെ കളഞ്ഞ് ഇതാ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ബസ്മതി അരിയാണ്, ഇന്ത്യ ഗേറ്റിന്റെ വൈറ്റ് സെല്ല് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഒരു 3-4 പ്രാവശ്യം കഴുകി പശയൊക്കെ കളഞ്ഞ് 1 മണിക്കൂർ കുതിർത്തിയതാണ് അല്ലേ അമ്മ? അപ്പൊ നമുക്ക് ഇതിനെ വേഗം വെക്കാം. വേഗം വയ്ക്കാൻ അമ്മ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പൊ അമ്മ അരി വേഗം വെച്ച വെള്ളത്തിലേക്ക് അരി ഇടണേ ഉള്ളൂ, വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ ഇടുകയാണ് അല്ലേ? അപ്പൊ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാ കറാമ്പൂ, ഏലക്കായ, കറാമ്പൂ, പട്ട, കുരുമുളക്, ഉണക്കനാരങ്ങ അല്ലേ? അപ്പൊ ഇട്ട് കൊടുത്തല്ലേ അമ്മ? വെള്ളത്തിൽ ഇട്ട് കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഒരു നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട്. നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട്. ചിക്കനൊക്കെ വന്ന് സെറ്റ് ആയതുകൊണ്ടമ്മ സെറ്റായി. അപ്പൊ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ അല്ലേ? ഫ്ലേവറിന് വേണ്ടി കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തു. ഇനി ആ ബട്ടറും കൂടെ അലിഞ്ഞ പരിപാടി കഴിഞ്ഞില്ലമ്മ? ഗ്രേവിയൊക്കെ ചിക്കനൊക്കെ വെന്തു, ഗ്രേവിയൊക്കെ കുറുകി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. അരി ഇട്ട് കൊടുക്കണം. ഏട്ടൻ ഇത് മക്ലുവയ്ക്കുള്ള ചെമ്പിൽ ഡെക്കറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്രൈ ചെയ്ത വഴുതിരിങ്ങ സെറ്റ് ചെയ്യണു. ഇനി ഇത് ഓരോന്നായിട്ട് സെറ്റ് ചെയ്യില്ല ഏട്ടാ. എന്നിട്ട് അതിന് മേലെ നമ്മൾ മീറ്റ് ഇട്ടിട്ട് റൈസ് ഇട്ടിട്ട് ദം ചെയ്യണം. ചെമ്പൊക്കെ വൃത്തിയായി അടിയിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി മീറ്റിനെ അതിൽ വാരിയിടണു അല്ലേ? ചോറൊക്കെ വന്ന് സെറ്റായി. നമുക്കിനി ഇറച്ചിമേലേക്ക് വാരിയിടാം അല്ലേ? ഓക്കെ. മസാലമേലേക്ക് റൈസ് ഇട്ട് കൊടുത്തു. റൈസൊക്കെ ഇട്ടു സെറ്റാക്കി. ഇനി കുറച്ച് നെയ്യ് വെച്ച് കൊടുക്കാം അല്ലേ? കുറച്ച് നെയ്യ് വെച്ച് കൊടുക്കുന്ന ഫ്ലേവറിന്. നമുക്കൊരു 1/2 മണിക്കൂർ ഇത് ചെറിയ ഫ്ലെയിമിൽ കത്തിച്ച് ദമ്മിൽ വെക്കണം. സാധനം സെറ്റായി അല്ലേ? അപ്പോൾ നമ്മുടെ പരിപാടി മക്കളുടെ പരിപാടി കഴിഞ്ഞു അല്ലേ? സെറ്റായി. മക്കളൂർ റെഡി. നമ്മുടെ ചിക്കൻ മക്കലുപയൊക്കെ റെഡി ആയിട്ടുണ്ട്. മക്കളൊക്കെ അതാ കാത്തിരിക്കണ്, വിശന്ന് പൊരിഞ്ഞിട്ടിരിക്കണു. അപ്പൊ നമുക്ക് കഴിക്കാം. മക്കൾക്ക് കൊടുക്കും. അപ്പൊ എല്ലാവരും അമ്മ ഉണ്ടാക്കിയ പോലെ ഉണ്ടാക്കി നോക്കുക. അഭിപ്രായം അമ്മ അറിയിക്കാം. അപ്പൊ ഇനി വീണ്ടും ഒരു പുതിയ വീഡിയോ വരാം.